എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മൃദുവായ കോപ്പർ ട്യൂബുകൾ എങ്ങനെ അൺറോൾ ചെയ്യാമെന്നും മുറിക്കാമെന്നും വളയ്ക്കാമെന്നും പഠിക്കാം. ലക്ഷ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും. 1. റോളിൽ നിന്ന് കോപ്പർ ട്യൂബുകൾ അൺറോൾ ചെയ്യുക. 2. അളന്ന് അടയാളപ്പെടുത്തുക. തന്നിരിക്കുന്ന വലിപ്പത്തിൽ ചെമ്പ് ട്യൂബ് മുറിക്കുക. 3. ചെമ്പ് ട്യൂബ് വളയ്ക്കുക. ഈ പ്രക്രിയ ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ നമുക്ക് ശേഖരിക്കാം. മാലറ്റ് ഒരെണ്ണം, ട്യൂബ് കട്ടർ 0.25 മില്ലിമീറ്റർ ഒരെണ്ണം, റീമിംഗ് ടൂൾ ഒരെണ്ണം, സ്പ്രിംഗ് ബെൻഡർ 6 മില്ലിമീറ്റർ ഒരെണ്ണം, ലിവർ ടൈപ്പ് ബെൻഡർ 6 മില്ലിമീറ്റർ ഒരെണ്ണം, സ്റ്റീൽ റൂൾ ഒരെണ്ണം, ട്രയാങ്കുലർ ഫയൽ 150 മില്ലിമീറ്റർ ഒരെണ്ണം, കോപ്പർ ട്യൂബ് 6 മില്ലിമീറ്റർ, ഒരു കോയിൽ, കോട്ടൺ വേസ്റ്റ് ആവശ്യത്തിന്, കുറച്ച് ഓയിൽ ആവശ്യത്തിന് മാത്രം. നടപടിക്രമം: ടാസ്ക് 1. ചെമ്പ് ട്യൂബ് അൺറോൾ ചെയ്യുക. ഘട്ടം 1. ട്യൂബ് പരന്ന വൃത്തിയുള്ള പ്രതലത്തിൽ വയ്ക്കുക. നിങ്ങൾക്ക് ചെമ്പ് ട്യൂബ് അൺറോൾ ചെയ്യാൻ കഴിയുന്ന പരന്നതും വൃത്തിയുള്ളതുമായ ഒരു പ്രതലം തിരഞ്ഞെടുക്കുക. ഒരു വർക്ക് ബെഞ്ച്, മേശ അല്ലെങ്കിൽ തറ പോലും അനുയോജ്യമാകും. ഘട്ടം 2. ട്യൂബ് ആവശ്യമായ നീളത്തിലേക്ക് അൺറോൾ ചെയ്യുക. കോപ്പർ ട്യൂബ് അതിന്റെ പാക്കേജ് ചെയ്ത അല്ലെങ്കിൽ ചുരുട്ടിയ അവസ്ഥയിൽ നിന്ന് സൗമ്യമായി അഴിക്കുക. ഒരറ്റത്ത് ആരംഭിച്ച് ട്യൂബ് അഴിക്കാൻ ശ്രദ്ധാപൂർവം അനുവദിക്കുക. ട്യൂബിലെ ഏതെങ്കിലും സ്വാഭാവിക വളവുകളോ മറ്റോ ശ്രദ്ധിക്കുക. കോയിലിന്റെ വശത്ത് നിന്ന് ഒരിക്കലും പൈപ്പ് വലിക്കരുത്. ഘട്ടം 3. ട്യൂബിന് എന്തെങ്കിലും വളവുണ്ടെങ്കിൽ മാലറ്റിൽ നിന്നോ പ്ലാസ്റ്റിക് ചുറ്റികയിൽ നിന്നോ നേരിയ പ്രഹരങ്ങൾ ഉപയോഗിച്ച് ട്യൂബ് നേരെയാക്കുക. ടാസ്ക് 2. അടയാളം അളക്കുക. തന്നിരിക്കുന്ന വലിപ്പത്തിൽ ചെമ്പ് ട്യൂബ് മുറിക്കുക. ഘട്ടം 1. പൈപ്പ് ആവശ്യങ്ങളുടെ ദൈർഘ്യം ശ്രദ്ധാപൂർവം അളക്കുകയും പുറംഭാഗം അടയാളപ്പെടുത്തുകയും ചെയ്യുക. എവിടെയാണ് നിങ്ങൾ ഒരു ഫയലിന്റെ അരികിൽ മുറിക്കാൻ പോകുന്നത്? ഘട്ടം 2. താഴെയുള്ള റോളറുകൾക്കും മുകളിലെ കട്ടിംഗ് വീലിനുമിടയിൽ പൈപ്പ് സ്ഥാപിക്കുക. ഘട്ടം 3. പൈപ്പ് സ്ഥാപിക്കുക. അതുവഴി കട്ടിംഗ് വീൽ നിങ്ങളുടെ ഫയലിൽ ഉണ്ടാക്കിയ അടയാളത്തിന് അനുസൃതമായിരിക്കും. ഘട്ടം 4. കട്ടിംഗ് വീൽ പൈപ്പിന്റെ പുറത്ത് സ്പർശിക്കുന്നതുവരെ ഹാൻഡ് സ്ക്രൂ മുറുക്കുക. ഘട്ടം 5. പൈപ്പിന് ചുറ്റും പൈപ്പ് കട്ടർ പതുക്കെ തിരിക്കുക. അങ്ങനെ കട്ടിംഗ് വീൽ ക്രമേണ പുറത്തേക്ക് മുറിക്കുന്നു. ഘട്ടം 6. കട്ടിംഗ് വീലിന്റെ മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് ഹാൻഡ് സ്ക്രൂ തിരിക്കുക. തുടർന്ന് പൈപ്പിന് ചുറ്റും കട്ടർ വീണ്ടും തിരിക്കുക. ഘട്ടം 7. കട്ടിംഗ് വീലിന്റെ മർദ്ദം ക്രമേണ വർദ്ധിപ്പിച്ച് കട്ടിംഗ് തുടരുക. സാവധാനത്തിലും ശ്രദ്ധയോടെയും പ്രവർത്തിക്കുക. വളരെ അധികം മർദ്ദം ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ പൈപ്പ് കേടായേക്കാം. ഘട്ടം 8. കട്ട് പൂർത്തിയാകുമ്പോൾ തുറന്ന അറ്റം അടച്ച് പൈപ്പ് വീണ്ടും ഒരു കോയിലിലേക്ക് ഉരുട്ടുക. ഘട്ടം 9. പൈപ്പിന്റെ അറ്റത്ത് നിന്ന് എല്ലാ പരുക്കൻ അരികുകളും നീക്കം ചെയ്യാൻ റീമിംഗ് ടൂൾ ഉപയോഗിക്കുക. ഘട്ടം 10. പൈപ്പിന്റെ തുറന്ന അറ്റത്ത് റീം ചെയ്യുന്നതിനായി പിടിക്കുക. അങ്ങനെ ചെമ്പ് കഷ്ണങ്ങൾ പൈപ്പിനുള്ളിലേക്ക് കടക്കില്ല. പൈപ്പിന്റെ ഉള്ളിൽ നിന്ന് എല്ലാ പരുക്കൻ അരികുകളും നീക്കം ചെയ്യുന്നതുവരെ റീമിംഗ് ടൂൾ തിരിക്കുക. ഒബ്സർവേഷൻ ടേബിൾ. സീരിയൽ നമ്പർ 1. പാരാമീറ്റർ. ആംഗിൾ ഓഫ് ദ ബെൻഡ് 1. റിമാർക്സ്: കറക്റ്റ്, നോട്ട് കറക്റ്റ്. 2. ആംഗിൾ ഓഫ് ദ ബെൻഡ് 2. കറക്റ്റ്, നോട്ട് കറക്റ്റ്. കുറിപ്പ്: ഇതേ പ്രക്രിയ തന്നെ വിവിധ സൈസിലുള്ള ട്യൂബുകൾക്കായി ആവർത്തിക്കുക. ടാസ്ക് 3. ചെമ്പ് ട്യൂബ് വളയ്ക്കുക. ഘട്ടം 1. റെഫ്രിജറേഷൻ പൈപ്പ് മൃദുവായതിനാൽ കൈകൊണ്ട് വളയ്ക്കാം. മൃദുവായതിനാൽ വളയുമ്പോൾ എളുപ്പത്തിൽ കേടാകും. ഘട്ടം 2. പൈപ്പ് കഠിനവും എളുപ്പത്തിൽ വളയുന്നില്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുൻപ് അത് അനിയൽ ചെയ്യണം. ഘട്ടം 3. നിങ്ങൾ പ്രവർത്തിക്കുന്ന ട്യൂബിന്റെ വ്യാസവുമായി പൊരുത്തപ്പെടുന്ന ഒരു ബെൻഡിംഗ് സ്പ്രിംഗ് തിരഞ്ഞെടുക്കുക. വ്യത്യസ്ത ട്യൂബ് വ്യാസങ്ങൾ ഉൾക്കൊള്ളാൻ ബെൻഡിംഗ് സ്പ്രിങ്ങുകൾ വിവിധ വലിപ്പങ്ങളിൽ വരുന്നു. പൈപ്പിന് പുറത്ത് വളയുന്ന സ്പ്രിംഗ് തള്ളുക. ഡ്രോയിംഗ് കാണുക. ഇത് പൈപ്പ് തുല്യമായി വളയാൻ സഹായിക്കുന്നു. ഘട്ടം 4. വളയുന്നതിന് മുൻപ് വളയുന്ന സ്പ്രിംഗ് ട്യൂബിലേക്ക് തിരുകുക. സ്പ്രിംഗ് മുഴുവൻ വളവ് പ്രദേശം മൂടുവാൻ മതിയായ രീതിയിൽ വേണം.
ആവശ്യമുള്ള വളവിന്റെ അകത്തെ ആരത്തിൽ സ്പ്രിംഗ് സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ തള്ളവിരൽ ഉപയോഗിച്ച് പൈപ്പ് ചെറുതായി വളയ്ക്കുക. ഒരു ചലനത്തിലൂടെ വളവ് പൂർത്തിയാക്കാൻ ശ്രമിക്കരുത്. ഇത് പൈപ്പ് പൊട്ടാൻ ഇടയാക്കും. ഘട്ടം 5. പൈപ്പിൽ മൂർച്ചയുള്ള വളവ് ഉണ്ടാക്കരുത്. പൈപ്പിന്റെ വ്യാസം 1/4 ഇഞ്ച് 6 മില്ലിമീറ്റർ ആണെങ്കിൽ പൈപ്പിന് കേടുപാടുകൾ വരുത്താതെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും മൂർച്ചയുള്ള വളവ് 1 ഇഞ്ച് 2.5 മില്ലിമീറ്റർ ആരമാണ്. ഡ്രോയിംഗ് കാണുക. അതിന്റെ വ്യാസത്തിന്റെ 5 മടങ്ങിൽ കുറയാത്തത്. ഘട്ടം 6. വളയുമ്പോൾ പൊട്ടുകയോ പിളരുകയോ ചുളിവുകൾ വീഴുകയോ പരന്നതോ ആയ പൈപ്പ് ഉപയോഗിക്കരുത്. ഘട്ടം 7. പൈപ്പ് വളയ്ക്കുക. അങ്ങനെ അത് കണക്ഷനിലേക്ക് എളുപ്പത്തിൽ യോജിക്കുന്നു. ഘട്ടം 8. ബെൻഡ് പൂർത്തിയാക്കിയ ശേഷം ട്യൂബിൽ നിന്ന് വളയുന്ന സ്പ്രിംഗ് ശ്രദ്ധാപൂർവം നീക്കം ചെയ്യുക. ട്യൂബിന്റെ ഒരറ്റത്ത് നിന്ന് പുറത്തെടുത്താണ് ഇത് സാധാരണയായി ചെയ്യുന്നത്. ഘട്ടം 9. വളവ് മിനുസമാർന്നതാണെങ്കിലും വൈകല്യങ്ങളില്ലാത്തതാണെന്നും വൃത്താകൃതി നിലനിർത്തിയിട്ടുണ്ടെന്നും ഉറപ്പാക്കാൻ വളഞ്ഞ ട്യൂബ് പരിശോധിക്കുക. ആവശ്യമെങ്കിൽ കൂടുതൽ ക്രമീകരണങ്ങൾ നടത്താം. റീക്യാപ്പ്. ഈ വീഡിയോയിൽ എങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്തു. 1. റോളിൽ നിന്ന് കോപ്പർ ട്യൂബുകൾ അഴിക്കുക. 2. തന്നിരിക്കുന്ന വലിപ്പത്തിൽ ചെമ്പ് ട്യൂബുകൾ അളക്കുക, അടയാളപ്പെടുത്തുക, മുറിക്കുക. 3. ചെമ്പ് ട്യൂബുകൾ വളയ്ക്കുക.